CPM തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു അക്കൗണ്ടിൽ മാത്രമുള്ളത് 10 കോടി രൂപ എന്ന വെളിപ്പെടുത്തൽ. ആദായനികുതി വകുപ്പ് ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. ഇതിൽ നിന്ന് 1 കോടി രൂപ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പിന്നാലെ പിൻവലിച്ചുവെന്നും വിവരമുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വിവരങ്ങൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും CPM-നും LDF-നും വലിയ തലവേദന തന്നെയായിരിക്കും. എന്നാൽ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇന്നലെ ഈ തൃശ്ശൂരിലെ തന്നെ CPM-ന്റെ അക്കൗണ്ടുള്ള ബാങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റെയ്ഡ് നടന്നിരുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 10 കോടി രൂപയാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്കിലെ അക്കൗണ്ടിൽ CPM-ന് ഉണ്ടായിരുന്നതെന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഇൻകം ടാക്സിനടക്കം ഒരു കത്ത് നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ CPM-ന്റെ അക്കൗണ്ടുകളെല്ലാം കർശന നിരീക്ഷണം ആദായ നികുതി വകുപ്പ് അടക്കം നടത്തി വരുന്നതിനിടയിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഈ അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപ ഒറ്റത്തവണയായി പിൻവലിച്ചു എന്ന് കണ്ടെത്തിയത്. അതേ തുടർന്നാണ് ഈ പരിശോധനയിലേക്ക് പോയത് എന്നുള്ളതാണ് ഇൻകം ടാക്സിൽ നിന്ന് ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ പലപ്പോഴായി അതിനു മുമ്പും പിൻവലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസമായിരുന്നു ഈ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഈ ബാങ്കിൽ നടന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മാത്രമാണ് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്ന വിവരം നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാൻ സാധിച്ചത്. തുടർന്ന് നമ്മൾ തന്നെ ആദ്യം എത്തി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓഫീസ് സെക്രട്ടറിയെ അടക്കം വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതിൽ കൂടുതൽ വ്യക്തത വരുത്താനുള്ള ഒരു നടപടിയായിരുന്നു ഇന്നലെ ആദായ വകുപ്പ് നികുതി വകുപ്പ് സ്വീകരിച്ച. അത്തരത്തിൽ ഓഫീസ് സെക്രട്ടറിയോടക്കം വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. എന്തായാലും 10 കോടി രൂപ ഈ അക്കൗണ്ടിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ വലിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന സംഭവമാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം മറുതലക്കിൽ CPM തുടങ്ങിയിട്ടുണ്ട്. SKN. സൂരജ് സജി.